ഹായ്, എന്നും ഞാൻ നോക്കി പെർഫെക്റ്റ് ആയിട്ട് റെസിപ്പീസിൽ കാണിക്കുക. ഇന്നത്തെ റെസിപ്പി അത്ര കാണാൻ പെർഫെക്റ്റ് ഒന്നുമില്ല കേട്ടോ, പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ചൂടായ എണ്ണയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ സവാളയും 2 പച്ചമുളകും ചേർത്ത് വഴറ്റി ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. ഇനി അതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ മൂപ്പിച്ചെടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മസാല വറ്റിച്ച് കട്ടിയാക്കി എടുക്കണം. ഇനി ഇത് തണുക്കാൻ മാറ്റിവെക്കാം. അതിനുശേഷം ബ്രെഡ് ചപ്പാത്തി കോല് വെച്ച് പരത്തി ഒന്ന് തിന്നാക്കി എടുക്കണം. ഇനി അതിലോട്ട് നേരത്തെ തയ്യാറാക്കിയ മസാല കുറച്ച് വെച്ച് കൊടുക്കാം. അതിന്റെ മേലെ പുഴുങ്ങിയെടുത്ത കോഴിമുട്ട പകുതിയാക്കിയത് കൂടി വെച്ച് 2 അറ്റവും ചേർത്ത് ടൂത്ത് പിക്ക് വെച്ച് കുത്തി സെക്യൂർ ചെയ്യാം. ഇങ്ങനെ 6 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതത്ര പെർഫെക്റ്റ് അല്ല കാണാനില്ല. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് എഗ് വാഷ് ചെയ്ത് കൊടുക്കാണ് വേണ്ടത്. എൻ്റെ ബ്രഷ് കാണാനില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് എഗ് ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ദോശക്കല്ലിൻ്റെ മേലെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലോട്ട് ഓരോന്ന് നിരത്തി വെച്ച് മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.